വചനം പറയുന്നു, നിങ്ങൾ നിന്റെ നഗ്നത മാറേണ്ടതിന് വെള്ള ഉടുപ്പ് എന്നോട് വാങ്ങുക. അതേതാണ് വെള്ള ഉടുപ്പ്? കർത്താവിന്റെ വചനം പറയുന്നു, അത് അനുഗ്രഹത്തിന്റെ ഉടുപ്പാണ്. ആദാമിന് നഷ്ടപ്പെട്ട അനുഗ്രഹത്തിന്റെ ഉടുപ്പ്. കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞ തൻ്റെ പുത്രന് നഷ്ടപ്പെട്ട ഉടുപ്പ് പിതാവ് അവന് മടങ്ങി വന്നപ്പോൾ കൊടുത്ത ഉടുപ്പ്. ആ ഉടുപ്പിന് പ്രത്യേകതയുണ്ട്. പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ഉടുപ്പ്, പിതാവിൻ്റെ ഫേവർ, അതിൻ്റെ ഉടുപ്പ്. അത് മാത്രമല്ല, അധികാരത്തിൻ്റെ, പുത്രത്വത്തിൻ്റെ അധികാരത്തിൻ്റെ ഉടുപ്പ്. ഇതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവവചനം ശ്രദ്ധിക്കുവാനുള്ള സമയമാണ്. കർത്താവിദാസൻ മോനച്ചൻ പാസ്റ്റർ കടന്നു വന്ന് ശുശ്രൂഷിക്കും. ദൈവം നമ്മെ ആസ്വദിക്കും. ദൈവസന്നിധി കടന്നു വരുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന ഭാഗ്യവതവിക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, കർത്താവിദാസനും കുടുംബത്തിനും, അതുപോലെ നാട്ടിലേക്ക് കടന്നു പോകുന്ന പ്രിയ മാതാവിനും ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധനമുള്ള നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ ദാസൻ ഈ ദാരിദ്ര്യത്തെ കുറിച്ചിന്റെ ആ ഭാഗം എന്തുകൊണ്ട് സംസാരിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഒന്ന് വായിച്ച ആത്മാവിൽ ദരിദ്രരായവർ എന്തുകൊണ്ടാണ് കർത്താവിന്റെ ദാസൻ അത് പ്രസംഗിച്ചെന്നും അറിയത്തില്ല. കാരണം ഇന്ന് എന്റെ പ്രസംഗ വിഷയവും ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്. സ്തോത്രം. അനുഗ്രഹത്തിന്റെ പുതപ്പ്, അനുഗ്രഹത്തിന്റെ ഉടുപ്പ് എന്നുള്ളതാണ് എന്റെ പ്രസംഗ വിഷയം തന്നെ. സ്തോത്രം. അതിനെ ആധാരമാക്കി വായിക്കാൻ പോകുന്നത് അതും കർത്താവിദാസൻ എടുത്തു കഴിഞ്ഞു. റെവലേഷൻ ചാപ്റ്റർ 3 3-ാം അധ്യായത്തിലെ 14 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളാണ്. ഒന്ന് വായിച്ചാൽ ആരെങ്കിലും ഒരാളാണ്. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവർ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതവാനും ഉഷ്ണവാനുമായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വാൾ നിന്നെ ഉമന്നു കളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ ആകാതവണ്ണം ധരിക്കേണ്ടതിന് വെള്ള ഉടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതാൻ എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു നമ്മളോടൊരു ബുദ്ധി പറയുന്നുണ്ട്. നിന്റെ നഗ്നത കാണാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് എന്താ വേണം? ഒരു പുതപ്പ് വേണം, ഒരു ഉടുപ്പ് വേണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കാരണം നീ ദരിദ്രനാണെന്നുള്ള വിവരം നീ അങ്ങ് ഓർക്കുന്നില്ല. നിന്റെ കാരണം നീ ആരാണെന്നാ? ധനവാനാ, നീ സമ്പന്നനാണെന്ന്. കർത്താവിന്റെ ദൃഷ്ടിയിൽ ആരാ? നിന്റെ ധാരണ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒന്നിനും കുറവില്ല എന്ന് നീ ചിന്തിക്കുമ്പോ കർത്താവ് ചിന്തിക്കുകയാണ്. കർത്താവിന്റെ കണ്ണുകൊണ്ട് കർത്താവ് ഇങ്ങനെ നോക്കുകയാണ്. കർത്താവ് നോക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞു. അത് 113-ാം സങ്കീർത്തനത്തിനകത്ത് 3-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? കർത്താവ് എല്ലാവരെ കുനിഞ്ഞു നോക്കുകയാണ്. ഈ കുനിഞ്ഞു നോക്കിയപ്പോ കണ്ട കാഴ്ചയാണ് നീ അരിഷ്ടനാണെന്ന് കർത്താവ് പറയുന്നത്. അയ്യോ എന്റെ ദൈവമേ, അരിഷ്ടൻ. ഇന്ന് എവിടെ ചെന്നാലും എല്ലാം എന്താണെന്നറിയാമോ? ഒരു കോളറൊക്കെയാണെന്നറിയാമോ? അയ്യോ ഭയങ്കര വലിപ്പമാണ്. ഓരോരുത്തരുടെ ഭാവവും മട്ടുമൊക്കെ കണ്ടിരിക്കുക. ദൈവമക്കളെ, കർത്താവിന്റെ കാഴ്ചപ്പാടിൽ നീ എങ്ങനെ ഇരിക്കുന്നു? ഇതാണ് കർത്താവ് നോക്കുന്നത്. സ്വന്തം നമ്മുടെ ഭാവവ്യത്യാസത്തിന് മനുഷ്യരുടെ മുൻപിൽ എങ്ങനെ വേണേലും എല്ലാ
പേർക്കും ഭാവിക്കുവാൻ കഴിയും. പക്ഷെ ദൈവം നോക്കുമ്പോഴെങ്ങനെയാണ്? പ്രൈസറാണ്. ദൈവം നോക്കുന്നത് നീ നിർഭാഗ്യവാനാണ്. നീ ചിന്തിക്കുന്നത് കുറച്ച് വീടും കുറച്ച് ധനവും അല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ആരാണെന്ന് കണ്ടിരിക്കുകയാണ്. ഓ, ഞാൻ ഭാഗ്യവാൻ, ഞാൻ ഭാഗ്യവാൻ. എനിക്ക് ഒരു നല്ല യോഗ്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ വീട്ടിലോടൊന്ന് അടുത്ത് നോക്കണം. അവരുടെ ജീവിതം പോകുന്നത് വലിയ വിദ്യാഭ്യാസമുള്ളവരാണ്. പക്ഷെന്നുണ്ടെങ്കിൽ 2 രോഗികളെ ഒരേ വീട്ടിൽ തന്നെ. അവനാരെ ഭാഗ്യവാനായിരുന്നു, ഭയങ്കര ജോലിയായിരുന്നു. എല്ലാം പോയി. ഇപ്പൊ എന്തായി? നിർഭാഗ്യവാൻ. അവൻ ഭാഗ്യവാനാണെന്ന് പറഞ്ഞ് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ? ദൈവമക്കളെ, നമ്മൾ ആരാണെന്ന് കർത്താവ് നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. കർത്താവിന്റെ കാഴ്ചപ്പാടിൽ ഞാൻ എങ്ങനെയുള്ളവനായിരിക്കണം? കർത്താവിന്റെ കാഴ്ചപ്പാടിൽ ഇവിടെ എത്ര പേരുണ്ടെന്നുള്ളതാണ് നോക്കുന്നത്. കർത്താവ് നോക്കുന്നത് ഇവിടെ ജനം നിറഞ്ഞിരിക്കുന്ന കുറച്ച്, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയുന്ന കുറച്ച് പേരെയല്ല കർത്താവിന് വേണ്ടത്. കർത്താവിന്റെ സന്നിധി താഴ്മയോടെ ജീവിക്കുന്ന ചില ജീവിതങ്ങളെയാണ് നോക്കുന്നത്. അതിന് വേണ്ടത് ഈ നമ്മൾ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നതിന് മുമ്പ് പഴയ നിയമത്തിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഉൽപ്പത്തിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം എന്താ പറഞ്ഞതെന്നറിയാം? അവരെ എന്ത് ചെയ്തെന്നറിയാമോ? അവരെ അനുഗ്രഹിച്ചു. എല്ലാവരും പറഞ്ഞു അവരെ അനുഗ്രഹിച്ചു. അപ്പൊ ഈ അനുഗ്രഹത്തിന്റെ പുതപ്പ് ഇവരിൽ നിന്ന് എപ്പോഴാണ് നഷ്ടപ്പെട്ടത്? അന്നേരം ഇവര് നഗ്നരായി തീർന്നു. അനുഗ്രഹത്തിന്റെ പുതപ്പ് ഇവർക്ക് ലഭിച്ചതായിരുന്നു. അത് കാരണം മകളെ നഗ്നത വെളിവാകത്തില്ലായിരുന്നു. അനുഗ്രഹത്തിന്റെ പുതപ്പ് ഇവർക്ക് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. എന്നാൽ റെവലേഷനിൽ വന്നപ്പോ പറയണം, ഈ അനുഗ്രഹത്തിന്റെ പുതപ്പ് എനിക്കും നിനക്കും ആവശ്യമാണ്. ഈ അനുഗ്രഹത്തിന്റെ പുതപ്പ് നമുക്ക് ആവശ്യമാണ്. ദൈവമക്കളെ, ഇന്ന് മനുഷ്യന്റെ ധാരണയും ചിന്താഗതിയും ഒന്നുമല്ല നമ്മൾ നോക്കേണ്ടത്. ഞാനൊരു വ്യക്തിയോട് പറഞ്ഞു, നീ വലിയ വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ. ഞാൻ പറയും, ഒരു നിയമം തെറ്റിച്ചാൽ നീ സകല നിയമവും തെറ്റിക്കുന്നു. നീ ശിക്ഷാർഹനാണ്. അത് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഒരു വിദ്യാഭ്യാസം ഉള്ള വ്യക്തിയോട് ആ ലെവലിലെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ശിക്ഷാർഹനാണല്ലേ? ആന്നു. പിന്നെ എന്തുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ അത് എഴുതിയിരിക്കുന്നത്? അത് എന്റെ അമ്മയപ്പന്മാർ മുഖാന്തരം പഠിച്ചത്. അമ്മയപ്പന്മാർ മുഖാന്തരം പഠിപ്പിച്ചതല്ല. നിനക്ക് വായിക്കുവാനും അറിയുവാനും കഴിവുണ്ട്. നീ ഇതിനകത്തിലെ പോലെ നീ ജീവിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് എന്ത് പറ്റും? നീ ശിക്ഷാർഹന, നീ നഗ്നന, നീ അരിഷ്ടന. കർത്താവ് പറയുന്നത് നീ ദരിദ്രന. മുമ്പ് കർത്താവ് പറഞ്ഞ എല്ലാം വാരിക്കൂട്ടി. ഇവിടെ വാരിക്കൂട്ടിയാൽ ആര് കൊണ്ടുപോയി? ആരെങ്കിലും കൊണ്ടുപോയോ? എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയോ? എല്ലാരും സമ്പാദിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാരും സമ്പാദിക്കാൻ പോകുന്നത് ഈ ഇവിടെ അലക്സാണ്ടർ ചക്രവർത്തിയെക്കാട്ടി കൂടുതൽ സമ്പാദിക്കാനാണ് ഓടുന്നത്. എന്നിട്ട് പ്രസംഗിക്കുമ്പോ പറയുകയും ചെയ്യും, അലക്സാണ്ടർ ചക്രവർത്തി എന്ത് ചെയ്തു? കൈ രണ്ടും വെളിയിലോട്ട് ഇട്ടു. അപ്പൊ ഞാൻ കൈ വെളിയിലിടത്തില്ല, കൈ ഹാത്ത് വെച്ചോട്ട് പോകുന്ന പോലെ ഇരിക്കുന്നോ? സ്വത്രം. ഇതൊന്നും നടക്കത്തില്ല. ദൈവമക്കളെ, ഇന്ന് സമ്പാദിക്കേണ്ടതെന്ന് അറിയാമോ? ആത്മീക വിഷയങ്ങളെ നീ സമ്പാദിക്കണം. നീ സമ്പന്നനാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അവൻ നമ്മുടെ ദാരിദ്ര്യം അറിഞ്ഞുകൊണ്ട് നമ്മളെ ദാരിദ്ര്യത്തിൽ ഉയർത്തി സമ്പന്നനാക്കേണ്ടതാണ് അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് എനിക്ക് അനുഗ്രഹത്തിന്റെ ഉടുപ്പ് എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. ഈ അനുഗ്രഹത്തിന്റെ ഉടുപ്പ് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. ഇത് ആർക്കാ കൊടുക്കുന്നറിയാമോ? ഇഷ്ടം പോലെ നടക്കുന്നവർക്ക് കൊടുക്കത്തില്ല. ഇത് പിതാവിന് സ്നേഹമുള്ളവർക്ക് കൊടുക്കുന്ന ഉടുപ്പാ. സ്നേഹമുണ്ടെങ്കിൽ കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു ഉടുപ്പാ. നോക്കിയ 113 സങ്കീർത്തനത്തിനകത്ത് എന്റെ വചനത്തിനകത്ത് ഞാൻ അല്പം മാറി കർത്താവിന്റെ ദാസനിൽ നിന്ന് ശുശ്രൂഷിച്ച ആ ഭാഗത്തിനകത്ത് തന്നെ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞിട്ട് ആ 113 സങ്കീർത്തനത്തിന്റെ അവിടെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാഗമായിരുന്നു. ഞാൻ 2005 നാട്ടിൽ പോയപ്പോൾ ക്രൂസൈഡ് പല മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. അതിനിടയിൽ
അവസാനമായിട്ട് കറിയച്ചാൽ ഇവിടെ വരുന്ന അച്ഛനില്ലേ, അച്ഛൻ്റെ അവിടെ അച്ഛന് 3 ദിവസത്തെ ക്രൂസൈഡും 10 ദിവസത്തെ ബൈബിൾ ക്ലാസ് നടത്തി. അപ്പോൾ അവിടെ ബൈബിൾ ക്ലാസ് കഴിഞ്ഞ് ക്രൂസൈഡിന്റെ സമയത്ത് എൻ്റെ കൂടെ ഞാൻ രണ്ടാമത്തെ ദിവസം പ്രസംഗിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വരുത്തിയത് ആരെയാണെന്നറിയാം? ME ചാക്കോ സാറിന് അറിയാമോ? വരുന്നല്ലേ? ഓക്കെ. അബീസലായിരുന്നു അദ്ദേഹം ഒടുവില്ല. ഓക്കെ, അദ്ദേഹം വരുന്നു. ഇത്ര വലിയൊരു ശ്രേഷ്ഠനായ ഒരു വ്യക്തിത്വത്തോട് കൂടെ ഇരുന്നിട്ട് ശുശ്രൂഷിക്കുന്നുണ്ടെന്ന് ഞാൻ ആര്? ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ദൈവത്തിന്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ ഒരു വലിയ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്തടുത്തിരുന്നിട്ട് ഈ കുപ്പയിൽ നിന്ന് ഉയർത്തി ദൈവത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുവാൻ ദൈവത്തിന് എന്നോട് പ്രസാദം തോന്നി. എത്ര വലിയ പ്രസാദമാണ് അല്ലേ? ഒരു വലിയ ശ്രേഷ്ഠനായ മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കർത്താവിദാസൻ പ്രസംഗിച്ചു കഴിഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാനത് അന്നും പറയാനിടയായി. ഇത്ര വലിയവനായ ദൈവത്തെയാണ് ഞാൻ നിങ്ങളെ സേവിക്കുന്നത്. കുപ്പയിൽ നിന്ന് ഉയർത്തുന്നവൻ, ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുന്നവൻ, അങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളെ സേവിക്കുന്നത്. പ്രൈസറോട് ഞാൻ ബഹുമാനിക്കുന്ന വേറൊരു വ്യക്തിയുണ്ട്, KC ജോൺ പാസ്റ്റർ. നിങ്ങൾ നോക്കണം, അദ്ദേഹം ഒരു പ്രാവശ്യം നമ്മുടെ കേരളത്തില് ഒരു മലയാളം ടെലിവിഷൻ ഒരു ക്രിസ്ത്യാനിക്കില്ലായിരുന്നു. ഇദ്ദേഹം ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. അദ്ദേഹം പ്രവർത്തിച്ചതിന്റെ ഫലമായി ഇന്ന് കേരളത്തിൽ കുറ്റം പറയാൻ ഇഷ്ടം പോലെ ആളെ കിട്ടും, എന്നാൽ നന്മ പറയാൻ എന്ത് ചെയ്തില്ല. കുറ്റം പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടും. എന്നാൽ ഒരു കേരളത്തിൽ ഒരു മലയാളം ടെലിവിഷൻ ബന്ധുക്കോസുകാർക്ക് അല്ലെന്നുള്ള ദൈവമക്കൾക്ക് വേണ്ടി ഉയർത്തിയെടുത്ത് അവിടെ പ്രവർത്തിക്കുന്നു. ആ ദൈവദാസൻ എന്ത് ചെയ്യുന്നറിയോ? ഒരു പ്രാവശ്യം ഞാൻ JVP എന്നോട് പറഞ്ഞു, എവിടെയാണ് റാമയില് ഞങ്ങൾ ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്, മരിപ്പച്ച എന്ന് പറഞ്ഞ അതിനകത്തിൽ പ്രസംഗിക്കാനായിട്ട് വരണം. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു അവിടെ പ്രസംഗിക്കാൻ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ പോകുന്നുണ്ട്. അത് പറഞ്ഞ് എൻ്റെ കൂടെ മാറ്റുക. ഓക്കെ, ഞാനവിടെ ചെന്നു. ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ അതിന്റെ ഓപ്പണിംഗ് സെറിമണി ആരാ നടത്തുന്നറിയാമോ? KC ജോൺ. എന്നിട്ട് ഞാൻ അവിടെ പോയി താഴെ ഇരുന്നു. അപ്പൊ എന്നെ വിളിച്ചിരുത്തി ആരുടെ കൂടെ അറിയാമോ? അപ്പൊ എന്തൊരു ഭാഗ്യമാണ് നോക്കി. കാരണം ഞാൻ അതിനെ ഒത്തിരി മാനിക്കുന്നുണ്ട്. കാരണം എന്നറിയാമോ? കുപ്പയിൽ നിന്ന് ഉയർത്തി ആരോടുകൂടി എത്തിയേ? കർത്താവിന് കഴിയുമല്ലേ? ആരാ എന്നെ ഇൻട്രൊഡ്യൂസ് പ്രസംഗത്തിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ആ ഉദ്ഘാടനം ചെയ്തേ ഉള്ളൂ. മുഖ്യ പ്രാസംഗികനാരാ? ഈ പാവം പിടിച്ച ഞാൻ. ദൈവമക്കളെ, അപ്പൊ ഒരു മുഖ്യ പ്രാസംഗികനായി ഈ ജനത്തിന്റെ പ്രഭുവിന്റെ അടുക്കൽ കൊണ്ടുപോയി ഇരുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അതിനൊക്കെ രസമോ? ഞാൻ ഇവിടെ നിന്ന് മിഷൻ ട്രിപ്പിന് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം ഇവിടെ ഒരാളെ വന്നില്ല. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എന്നോട് ചോദിച്ചു എന്തിനു വേണ്ടിയാ? ഞാൻ ഇന്ത്യയിൽ പോവാ മിഷൻ ട്രിപ്പിന്. എന്നെ പ്രാർത്ഥിച്ച് അങ്ങോട്ട് അയച്ചോ അദ്ദേഹം. നോക്കെ, ദൈവത്തിന് ഉയർത്താൻ കഴിയും അല്ലേ? നമുക്ക് പലർക്കും തോന്നുന്നു അതാണോ ഇത്ര വലിയ കാര്യം. എനിക്കത് വലിയ കാര്യം തന്നെയാണ്. ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുന്നത്. ദൈവമക്കളെ, നമ്മളൊന്ന് വായിച്ചു നോക്കിയേ. ഇപ്പൊ നമ്മൾ ആദ്യം സമ്മതിക്കണം എന്താണെന്നറിയാമോ? കർത്താവേ, ഞാൻ ദരിദ്രനാണ്. ഞാൻ നിന്നിൽ നിന്ന് അറിയുവാൻ, നിന്നിൽ നിന്ന് പഠിക്കുവാൻ എനിക്കത് ആവശ്യമായിരിക്കുന്നു. 113 സങ്കീർത്തനത്തിന് അതിന്റെ ഞാനിത് കർത്താവിന്റെ നാമത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പോ ഇത് പ്രസംഗിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അതിന്റെ 3-ാമത്തെ വാക്യം, സൂര്യന്റെ ഉദയം മുതൽ അസ്തമാനം വരെ യഹോവയുടെ നാമം. അപ്പൊ നമ്മുടെ ജോലി എന്തായിരിക്കണം? എന്നെ ഉയർത്തണമെന്ന് കർത്താവിന് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൂര്യന്റെ ഉദയം മുതൽ അസ്തമാനം വരെ അവന്റെ നാമത്തെ ഉയർത്തുന്നവരായി മാറണം. അപ്പോഴാണ് നിന്റെ കുപ്പയിൽ നിന്ന് ഉയർത്തി ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുന്നത്.
പ്രൈസ്. ഇവിടെ പറയാണ് നിന്റെ ലജ്ജ, നിന്റെ നഗ്നതയുടെ ലജ്ജ മാറേണ്ടതിന് എന്നോട് കയ്യിൽ നിന്ന് ഉടുപ്പ് വാങ്ങുവാൻ, നിന്റെ നഗ്നതയുടെ ലജ്ജ മാറേണ്ടതിന് കർത്താവ് പറയണ എന്നിൽ നിന്ന് നീ ഉടുപ്പ് വാങ്ങണം. സ്വന്തം നോക്കിയേ, ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ ഇരുന്ന് കർത്താവിനെ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ ഓർത്തു വന്ന്, അത് മാത്രമല്ല ഞാൻ കഴിഞ്ഞ ദിവസം പ്രിപ്പയർ ചെയ്ത ആ മെസ്സേജിനകത്ത് തന്നെ ഒരു കാര്യമുണ്ട്. നമുക്കറിയാം യേശു കർത്താവ് ഒരു ഉപമ പഠിപ്പിക്കുന്നുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിനകത്ത് കാണാം. ഒരു വലിയ ഒരാള് ഈ സദ്യ ഒരുക്കുന്നു, തന്റെ മകന്റെ വിവാഹ സദ്യ ഒരുക്കുന്നു. ആ ഒരുക്കുന്ന അവസരത്തിൽ ഒരിക്കൽ അവസരം അതിന്റെ 1-2 വാക്യം ഒന്ന് വായിച്ച 22-ാം അധ്യായത്തിന്റെ മത്തായി 22-ന്റെ 1-2 വാക്യം. യേശുവിന്റെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചെന്നാൽ സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. ഇത് ഞാനിത് ഓർക്കുന്നതാണ്. എപ്പോഴും നമ്മുടെ സ്വർഗരാജ്യം എന്നുള്ള ആ കോൺസെപ്റ്റ് നമ്മൾ മറന്നു പോകരുത്. ഇതാണ് ഇമ്പോർട്ടന്റ്. നമ്മള് സ്വർഗരാജ്യത്തിൽ അഥവാ മുമ്പേ കർത്താവ് പറഞ്ഞ ദൈവരാജ്യത്തിൽ നമ്മൾ എങ്ങനെ ഈ പന്തിയിൽ ഇരിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കുന്നു, ഈ ഉടുപ്പ് നമുക്കുണ്ടോ? ഈ കഥ നിങ്ങൾക്ക് അറിയാം. അവിടെ ഭക്ഷണത്തിന് എല്ലാവരെയും വിളിച്ചു, പ്രഭുക്കന്മാരെ വിളിച്ചു. ധനവാൻ എന്ന് പറഞ്ഞു എനിക്ക് ഇപ്പൊ സമയം ഇല്ല, കാരണം എനിക്ക് വീട്ടില് ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു, ഞാൻ ഇന്നലെ വെള്ളിയാഴ്ച നൈറ്റ് പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. എന്നോട് ചോദിച്ചു എവിടെയാ മീറ്റിങ്ങിന് പോകുന്നത്? ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ മീറ്റിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വരാം, വൈകുന്നേരം നടക്കുന്ന മീറ്റിങ്ങിന് നിങ്ങൾക്ക് വരാം. അത് ഞാൻ രാവിലെ വേറൊരിടത്ത് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ വേറൊരിടമല്ല, ഇവിടെ ബൈബിൾ സ്റ്റഡിയും പ്രാർത്ഥനയും ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ മെമ്പർഷിപ്പ് ഇല്ല, ഇവിടെ വന്ന് പ്രെയർ പാർട്ട്നേഴ്സ് മാത്രമേ ഉള്ളൂ, ആർക്ക് വേണേലും വരാം. അപ്പൊ രാവിലെ പോകുന്നുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ചത്, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല. എനിക്ക് വല്ല മുട്ടുണ്ടോ? എനിക്ക് രാവിലെ ഉണ്ടാലും പിന്നെ എനിക്ക് വൈകുന്നേരം ഒന്നില്ല. അതിന്റെ ആവശ്യം രാവിലെ മാത്രം ഞാൻ കഴിച്ചാൽ മതിയല്ലോ, വൈകുന്നേരം ഞാൻ കഴിക്കണോ? കഴിക്കണം അമ്മേ. നമ്മൾ പറയുന്നതിന് ഒരു കാര്യം വേണം. നമ്മൾ പറയുന്നതിന് കർത്താദാസന് നോക്കണം, അല്ല ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമില്ല, വൈകുന്നേരം വരുന്നതിന് എനിക്കല്ല വേറെ ജോലി. എനിക്ക് രാവിലെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നിനും ഞാനൊരു ക്ലാസ്സിൽ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതെല്ലാം എനിക്ക് അറിയാവുന്ന, പിന്നെ ചില സംശയങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ അറിയാം. അത് സംശയമല്ല ചോദിക്കുന്ന, വാദപ്രതിവാദത്തിന് വരുന്നവരാ. ഞാൻ എന്നോട് സംശയം ചോദിക്കുന്നവർ ഞാൻ ആദ്യം ചോദിക്കുന്നത് അർത്ഥം അറിയാൻ വേണ്ടിയാണോ ചോദിക്കുന്നത്, ഇതിന്റെ മറുപടിക്ക് വേണ്ടിയാണോ ആഗ്രഹിക്കുന്നത്, അതോ വാദിക്കാനാണോ ചോദിക്കുന്നത്? പല ചോദ്യങ്ങൾ എന്തിനാണെന്നറിയാം, ഞാൻ പറയുന്നത് ശരിയെന്ന് വാദിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. സ്വത്രം ഇവിടെ എന്താ വാദിക്കുന്നത്? അവിടെ അതിന് ഭയങ്കര രസകരമായ കാഴ്ച നോക്കണം. അതിന് 10 മുതൽ 13 വരെയുള്ളത്. ആ ദാസന്മാർ പെരുവഴിയിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ട് വന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് നിന്ന് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാതെ ഒരു മനുഷ്യൻ അവിടെ ഉണ്ട്. ഇവൻ എങ്ങനെയാ നഗ്നനായിട്ടാണ് ഒന്ന് കയറിയിരിക്കുന്നത്? അല്ല, അവന്റെ ഉള്ള വസ്ത്രമുണ്ട്, നല്ല വസ്ത്രമുണ്ട്. അവന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, ഈ കല്യാണശാല വിളിക്കാൻ ഉപയോഗിക്കുന്നതെല്ലാം ദരിദ്രന്മാരെയും കണ്ടവരെ വഴി കണ്ടവരൊക്കെ വിളിക്കുന്നത്. അപ്പൊ വരുന്നവർക്കെല്ലാം അവരെ കുളിപ്പിച്ച് ഡ്രസ്സ് ചെയ്യിപ്പിച്ച് അകത്ത് കയറ്റി വിടാനായിട്ട് ആളുണ്ട്. അപ്പൊ ഇവൻ കയറി വന്നുണ്ടല്ലോ, കോട്ട് സപ്പ് വേണം. എനിക്കൊന്നിനും മുട്ടില്ല, എനിക്ക് ആളുണ്ട്. ഇവന്മാരെ പോലും അതിനെ അവരൊക്കെ കുളിപ്പിച്ച കയറ്റിയാലേ പറ്റത്തുള്ളൂ. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല ബ്യൂട്ടിഫുൾ ഡ്രസ്സൊക്കെ ഞാൻ കുളിച്ചിട്ടാ വന്നേക്കുന്നത്. എനിക്ക് കുളിക്കാന്നും വേണ്ട, എന്റെ താടിയോ എനിക്ക് താടിയുണ്ട്, മീശ പോലും എനിക്കില്ല. ഞാൻ മീശ പോലും വെച്ചിട്ടില്ല. കണ്ടോ, എന്റെ മീശ പോലും എടുത്തിട്ടുണ്ട്. ഞാൻ നല്ല കുട്ടപ്പനായിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് യാതൊരു കുഴപ്പമില്ല. കാരണം ഞാൻ ആദ്യം യോഗ്യനാണ്. ഇപ്പൊ യോഗ്യനാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന വാദം കഴിക്കുന്നവരോട് വായോടിച്ച് കഴിഞ്ഞാൽ വിദേശം കയറ്റി വിടാൻ പറ്റുമോ? കയറി അങ്ങോട്ട് നീ ചെല്ലെന്ന് പറഞ്ഞു. കയറി അങ്ങോട്ട് എന്തിനാ? രാജാവ് വന്ന് നോക്കിയപ്പോ ഇവൻ എന്തുവാ? ഇവൻ അയോഗ്യനാണ്. രാജാവ് നോക്കിയപ്പോ ഇവൻ യോഗ്യനാണോ? അല്ല, ഇവൻ അയോഗ്യനാണ്. ഞാൻ കൊടുത്ത വസ്ത്രം ഇവൻ എന്ത് ചെയ്തിട്ടില്ല, ധരിച്ചിട്ടില്ല. നീ സമ്പന്നൻ,
എനിക്കൊന്നിനും മുട്ടില്ല, ഞാൻ ധനവാനായിരിക്കുന്നു എന്ന് പറഞ്ഞ് നീ ഇതിനകത്ത് കയറിയാൽ നിന്നെ ഇരുത്തുവാൻ ദൈവത്തിന് മനസ്സില്ല. നീ അതിനു മുമ്പ് ധരിച്ചിട്ട് അകത്ത് കയറി വരണമായിരുന്നു. നീ നഗ്നനാണെന്ന് അറിയണമായിരുന്നു. നിന്റെ നഗ്നത മാറേണ്ടതിന് നീ അവന്റെ കയ്യിൽ നിന്ന് ഉടുപ്പ് വാങ്ങണമായിരുന്നു. സ്വത്രം പലരും നോക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരാള്, ഞാൻ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ ശുശ്രൂഷ ആ സഭയിൽ കൊണ്ടുവന്നു. ഞാനിങ്ങനെ ഈ തീപ്പന്തം പോലെ നടക്കുന്ന അവസരത്തിലായിരുന്നു. അപ്പൊ ഞാൻ വിളിച്ചോണ്ട് ആള് ഇടയ്ക്കിടയ്ക്ക് ഒരു സിഗരറ്റൊക്കെ വലിക്കുന്ന വിഷയമായിരുന്നു, എപ്പോഴും വലിക്കുന്നതല്ല. അപ്പൊ അങ്ങനെ ഇവിടുത്തെ വലിയ സമ്പന്നന്മാരായി വരുന്നവര് ഒരു ദിവസം എവിടെയോ നിന്നപ്പം ഒരു സിഗരറ്റ് വലിക്കുന്ന കണ്ടുപോയി. അത് കാരണം ഈ പുള്ളി എന്തെങ്കിലും അറിയാമോ? സഭയെന്ന് ഞാൻ സമ്പന്നനാ, എനിക്കൊന്നിനും, പക്ഷെ ഇവൻ നീതി കെട്ടവനാ, ഇവൻ സിഗരറ്റ് വലിക്കുന്നവനാ. ദൈവമക്കളെ, നമ്മള് സമ്പന്നനാകാൻ നോക്കാതെ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി നിന്നെ തന്നെ നിനക്കറിയാം. എവിടുന്ന് വന്നാന്നറിയാം? എവിടുന്ന് വന്നേ? അല്ല, ഒടിയിൽ നിന്നല്ല വന്നേക്കുന്നത്. മഴ പെയ്തപ്പോഴ് അതിനകത്ത് പെരക്കകത്ത് കിടക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് വെള്ളം ചോരുന്നതനുസരിച്ചിട്ട് ഓരോരുത്തർക്കും കൊണ്ടുവന്ന് കലം വെച്ച് പാത്രം വെച്ച് വെള്ളത്തിന് അവിടെ കിടന്നിട്ട് എഴുന്നേറ്റ് വന്നവരാണെന്നുള്ള കാര്യം എന്ത് ചെയ്തെന്നറിയോ? മറന്നുപോയി. കപ്പയ്ക്കും പൂഞ്ഞിക്കും വേണ്ടി ഓടി നടന്ന കഥയെല്ലാം എന്ത് ചെയ്തു? മറന്നുപോയി. ഇപ്പൊ ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഇവിടുത്തെ വെള്ളക്കാരെക്കാട് ഗുണൻ ഞാൻ സമ്പന്നൻ. അവരെക്കാട് ജീവിക്കുന്നതിനെക്കാട് നല്ലതാണ് ഞാൻ. കർത്താവ് നോക്കുമ്പോഴോ, കർത്താവ് കുനിഞ്ഞു നോക്കിയപ്പോ എന്താ കണ്ടത്? കർത്താവ് കുനിഞ്ഞു നോക്കിയപ്പോ എന്താ കണ്ടത്? നീ അരിഷ്ടൻ. കർത്താവ് നോക്കിയപ്പോ എങ്ങനെ കണ്ടേക്കുന്നത്? നീ അരിഷ്ടൻ, നിർഭാഗ്യവാൻ, നീ ദരിദ്രൻ, നീ കുരുടൻ, നീ നഗ്നൻ. കർത്താവ് പറയാണ്, നീ എന്റെ അടുക്ക വന്ന് നീ ഉടുപ്പ് വാങ്ങണം. കാരണം നീ ആദിയിലെ നീ നഗ്നനായതാ. എന്റെ ഉടുപ്പ് നീ വാങ്ങണം. ഇവരെ എങ്ങോട്ടാ പറഞ്ഞു വിട്ടെന്ന് എനിക്ക് അവനെ 13-ാമത്തെ വാക്യത്, കല്യാണ വസ്ത്രം ഇല്ലാതെ സഹോദരൻ. എന്നിട്ട് കർത്താവ് നിൽക്കുന്നത് എന്താ അറിയാമോ? സ്നേഹിത, നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെ? അനേകര് ദൈവസഭയെ കയറി ഇരിക്കുന്നത് എങ്ങനെയാന്ന് അറിയാമോ? കാരണം ഈ വസ്ത്രമില്ലാത്തവനെ ഈ ഞൊരപ്പ് കൂടുതൽ. സ്വത്രം നിങ്ങൾക്ക് മനസ്സിലായാൽ കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്വത്രം കല്യാണ വസ്ത്രം വേണം. എന്നിട്ട് പറഞ്ഞ ഇവരെ എങ്ങോട്ടാ പറഞ്ഞിട്ടറിയോ? രാജാവ് ശുശ്രൂഷക്കാരോട് ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ, ഇതെല്ലാം അവസാനം നടക്കാൻ പോവാണ്. പലരെ ഇരുട്ടി തള്ളിക്കളയും. അവിടെ എന്താ നടക്കാൻ പോകുന്നത്? സ്വത്രം ഈ കർത്താവിന് ഉയർത്തുവാൻ നമുക്കറിയാം. ഒരുത്തരം ഒരു ഉടുപ്പ് കിട്ടി. അപ്പൻ വിചാരിച്ചു, അപ്പൻ ആഗ്രഹം സ്നേഹിച്ച് ആകെ ഒരു പെണ്ണിന്റെ പുറകെ നടന്ന് ഒടുവിൽ പറഞ്ഞ് എനിക്ക് ഇവിടെ കല്യാണം കഴിച്ചോളൂ പറഞ്ഞ് 7 വർഷം എൻ്റെ കൂടെ ജോലി ചെയ്യാന്നുണ്ടെന്നുണ്ടെന്ന് എനിക്ക് പെണ്ണെ തരാമെന്ന് പറഞ്ഞു. ഒടുവിൽ പറഞ്ഞ് അങ്ങനെ സമ്മതിച്ച് കല്യാണത്തിന് ഒപ്പിച്ച് പെണ്ണിനെ കിട്ടി. നേരം എടുത്ത് നോക്കിയപ്പോൾ പെണ്ണ് മാറിപ്പോയി. ചേർത്തിയാണ് കൊടുത്തത്. ഒരു നേരം പറഞ്ഞ് ഇതെന്താ എന്നോട് കാണിച്ചത്? ഞാൻ ഇത്രയും കാലം വേറെ ചെയ്ത് ഒടുവിൽ അവസാനം സമയം വന്നപ്പോ എനിക്ക് പെണ്ണിനെ മാറ്റി തന്നില്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് വേളം ഉണ്ടാക്കിയിട്ട് പറഞ്ഞ് സാരമില്ല, ഇങ്ങനെ അടുത്ത ഈ ഒരാഴ്ച തിരക്ക്. എന്നിട്ട് അടുത്ത ദിവസം ഈ 7-ാമത്തെ ദിവസം തിരക്ക് നിന്റെ പെണ്ണിനെ തന്നെ തരാമെന്ന് പറഞ്ഞു. അതുമല്ല കാര്യം സാധിച്ചു. ഒടുവിൽ എന്തോ പറ്റി? അവസാനം അവക്കെന്തോ ഇല്ല, മക്കള് ഇല്ല. വളരെ ആഗ്രഹിച്ച് സ്നേഹിച്ച് എത്രയോ കാലം മുതൽ സ്നേഹിച്ചതാ. 10-21 വർഷം സ്നേഹിച്ചു കൊണ്ട് നടന്ന് ഇത്രയും എല്ലാമായിട്ടും 14 വർഷം കൊണ്ട് നടന്നിട്ട് എന്ത് പറ്റുക? ഇത്രയും നാളായിട്ട് എന്തോ ഇല്ല, കുട്ടികളൊന്നും ഇല്ലാതെ അവസാനം ഒരു കുഞ്ഞ് ജനിച്ചാണ് യോസഫ്. അവളെക്കാട്ടി കൂടുതലായിട്ട് കുഞ്ഞിനെ സ്നേഹിച്ചു പൊക്കിക്കൊണ്ട് നടന്ന് 17-ാമത്തെ വയസ്സ് തോന്നി ഇവന് ഞാനൊരു ഉടുപ്പ് ഉണ്ടാക്കി കൊടുക്കും. ആ ഉടുപ്പിന്റെ പേരെന്തോ? ഏതെങ്കിലും ഉടുപ്പാണ്, പല കളറുള്ള ഉടുപ്പ്. ഇത് കാണുന്നുണ്ട് സ്നേഹിച്ചു. സഹോദരന്മാർക്ക് എന്തോ അറിയാം? എന്താ അസൂയ? അപ്പം ഞങ്ങളെക്കാളും കൂടുതൽ അപ്പം സ്നേഹത്തിന്റെ വസ്ത്രം ആയിരുന്നു. അത് അപ്പന്റെ സ്നേഹത്തിന്റെ വസ്ത്രം ആയിരുന്നു. രണ്ടാമത്
അപ്പൻ ഇവനോടാ കൂടുതൽ താല്പര്യം, ഫേവർ. അപ്പൊ ഇത് വിളിച്ച് ഈ വസ്ത്രം വിളിച്ച് കാണിക്കുന്നറിയാം. അപ്പന് കൂടുതൽ ഫേവർ ആരോടാ? കൂടുതൽ താല്പര്യം ഈ അമ്മച്ചി. ഞാന് വല്യപ്പച്ചന്മാരും അല്ലെ അപ്പന്മാരും ഒക്കെ, വല്യപ്പച്ചന്മാരും വല്യപ്പച്ചന്മാരും കൂടുതൽ കാണിക്കുന്നത്. കൊച്ചുമക്കളോട് കൂടുതൽ സ്നേഹമുള്ള കൊച്ചുമക്കളോട് എന്ത് ചെയ്യും? അവർക്ക് പാത്ത് വെച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കും. അല്ലേ മാമൻ? അല്ല, കൂടുതൽ താല്പര്യമുള്ളവരെ മാറ്റി നിർത്തി അവൻ മറ്റവരോട് പറയരുത് ഇത് കുഞ്ഞിനുള്ളതാ. അപ്പൊ കൂടുതൽ ഫേവർ. അപ്പൊ കൂടുതൽ ഫേവർ കയറിയപ്പോഴാണ് മറ്റവരെ എല്ലാം പറഞ്ഞ് എവിടെ ആർഡർ അയക്കാൻ പറ്റിയിട്ട് ഇവന് വസ്ത്രം മാത്രം എടുത്തു. അപ്പൊ കൂടുതൽ സ്നേഹം, കൂടുതൽ ഫേവർ. പിന്നെ എന്താണെന്നറിയാമോ? ഈ വസ്ത്രം കണ്ടപ്പം സഹോദരന്മാരെന്താ വിളിച്ചു പറഞ്ഞത്? ഈ സഹോദരന്മാരെന്താ വിളിച്ചു പറഞ്ഞത്? നീ ഞങ്ങളുടെ എല്ലാം അധികാരിയായിട്ട് ഇരിക്കുമോ? നീ ഞങ്ങളുടെ മേൽ വാഴുമോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ അതോറിറ്റിയുടെ വസ്ത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരത്തിന്റെ വസ്ത്രം. കർത്താവ് പറഞ്ഞ് ഇവനോട് അവസാനം എന്ത് ചെയ്തു? ഈ വസ്ത്രം ഇവനെ കണ്ടപ്പോ പറഞ്ഞു ഇവനെ പിടിച്ചിട്ട് ഇവന്റെ കയ്യിൽ നിന്ന് എന്തോ എടുത്ത് കളഞ്ഞത്? വസ്ത്രം എടുത്ത ഇവനെ പിടിച്ച് ഈ പൊട്ടക്കണക്കിൽ ഇട്ടത് കൊണ്ട്, ഇവന്റെ ഉടുപ്പ് ഊരിയത് കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പോയോ? ഒന്നും പോയില്ല. ഇതാണ് ഇന്ന് ലോകത്തിലെ മനുഷ്യൻ ചാരിക്കുന്ന എല്ലാം എന്താണെന്ന് എനിക്കറിയാം. ഭൗതികമായി കുറച്ച് കാര്യങ്ങളെ പിടിച്ചു മാറ്റിയാൽ ഈ ആത്മീയ കാര്യങ്ങളെല്ലാം നഷ്ടമാകുമെന്ന പലപ്പോഴും ചിന്തിക്കുന്നത്. ആത്മീയ കാര്യങ്ങളൊന്നും നഷ്ടമാകത്തില്ല. അപ്പന്റെ സ്നേഹം നഷ്ടമാകത്തില്ല, അപ്പന്റെ ഫേവർ നഷ്ടമാകത്തില്ല, നിനക്ക് തന്നിരിക്കുന്ന അധികാരവും നഷ്ടമാകത്തില്ല. ലോകത്തിലെ പലരും പിടിച്ചെടുക്കും. പക്ഷെ ഉണ്ടെങ്കിൽ നിനക്ക് വന്നിരിക്കുന്ന നന്മ നഷ്ടമാക്കുവാൻ ആർക്കും കഴിയത്തില്ല. കാരണം ആരും അറിയാത്ത ഒരു വസ്ത്രമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം. ആരും അറിയാത്ത ഒരു വസ്ത്രം നിന്നെ പുതപ്പിച്ചിരിക്കുകയാണ്. ഈ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് ലോകം പറഞ്ഞു. യേശുവിനെ കണ്ടിട്ട് പറയണം, കർത്താവേ നിന്റെ ഈ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ ഞങ്ങൾക്ക് സൗഖ്യം വരും. അതുകൊണ്ട് നിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് ഞങ്ങളൊന്ന് തൊട്ടോട്ടെ. കാരണം അവർക്കറിയാം ഈ വസ്ത്രം എവിടുന്നാ കിട്ടിയേക്കുന്നത്? സ്വർഗത്തിൽ നിന്ന്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവന് കിട്ടിയേക്കുന്ന വസ്ത്രം. ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും ഈ വസ്ത്രമാണ് ഇന്ന് പകൽക്കാലം ആവശ്യം. നമ്മൾ ആദ്യം സമ്മതിക്കേണ്ടതെന്നറിയാമോ? സ്തോത്രം. ഞാൻ സമ്പന്നനാണ്, ഞാൻ എനിക്കൊന്നിനും വിട്ടില്ല എന്നുള്ള മനോഭാവം വിട്ടിട്ട് കർത്താവേ ഞാൻ ദരിദ്രനാണ്. ഹല്ലേലൂയ. അവനുള്ള പ്രത്യേകത എന്നറിയാമോ? എനിക്ക് വേണം, എനിക്ക് നിന്നിൽ നിന്ന് പ്രാപിക്കണം, എനിക്ക് നിന്റെ അനുഗ്രഹമാണ് എനിക്ക് ആവശ്യം. നിന്നിൽ നിന്ന് പ്രാപിച്ചെങ്കിൽ മാത്രമേ കർത്താവേ എനിക്ക് ഹല്ലേലൂയ സ്തോത്രം മറ്റുള്ളവരുടെ മുൻപാകെ, ലോകത്തിന്റെ മുൻപാകെ, നിന്റെ മുൻപാകെ ജീവിക്കുവാൻ എനിക്ക് സാധ്യമാകത്തുള്ളൂ. കർത്താവേ എനിക്ക് ഇന്ന് രാവിലെ മുതൽ ഹല്ലേലൂയ അവസാനം വൈകുന്നേരം വരെയും രാവും വെളുപ്പോഴും കർത്താവിനോട് പറയേണ്ടത്, കർത്താവേ എനിക്ക് നിന്നിൽ നിന്നും ആവശ്യമാണ്. ഹല്ലേലൂയ. എനിക്ക് നിന്നിൽ നിന്നും ആവശ്യമാണ്. അവന്റെ നാമത്തെ ഉദയം മുതൽ അസ്തമനം വരെ സ്തുതിക്കുന്നവരെയാണ് അവൻ ഉയർത്തുന്നത്. സ്തോത്രം. ദൈവമക്കളെ, ഈ സ്നേഹത്തിന്റെ വസ്ത്രം, ഈ ഫേവറിന്റെ വസ്ത്രം, ഈ അധികാരത്തിന്റെ വസ്ത്രം നമുക്ക് കർത്താവ് തരുവാൻ ആഗ്രഹിക്കുന്നു. ആ അധികാരത്തിന്റെ പുതപ്പ്. ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം, ഏലിശ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏലിയാവ് കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടാൻ പോവുകയാണ്. സ്തോത്രം. അപ്പൊ ഏലിയാവ് പുറകെ വെച്ച് പിടിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? ഈ വസ്ത്രം ഇദ്ദേഹത്തിന് വേണം. കാരണം മറ്റേ പറഞ്ഞു, ഓരോരുത്തർ പറയാണ് നിന്റെ യജമാനെ നിന്റെ തലക്കനെ. ഇവർക്കും അറിയാമല്ലോ ഇങ്ങനെ സംഭവിക്കാൻ പോവാന്ന്. എന്നിട്ട് ഇവരാരെങ്കിലും പറയാൻ പോയോ? ഇവരെല്ലാം ശിഷ്യന്മാരല്ലായിരുന്നു. ആരും പോയില്ല. ഒരുത്തൻ മാത്രം പോയി. ഏലിശ മാത്രം ഓടി. അവസാനം ചോദിച്ചു, ഞാൻ ദൈവസന്നിധിയിൽ എടുക്കപ്പെടുമ്പോ ഞാൻ നിനക്കെന്താ ചെയ്തു തരേണ്ടത്? നിന്റെ ഇരട്ടി പങ്ക് നിന്റെ ഈ പുതപ്പ് എനിക്ക് വേണം. നിന്റെ മേലൊരു പുതപ്പ് ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ ഈ പുതപ്പില്ലെങ്കിൽ ഞാൻ നഗ്നനാണ്. ഈ പുതപ്പില്ലെങ്കിൽ ഞാൻ നഗ്നനാണ്. എനിക്ക് ഈ പുതപ്പുണ്ടെങ്കിൽ എനിക്കൊന്നിനും കുറവ് വരത്തില്ല. കർത്താവ് പറയാണ്, സ്തോത്രം. ഇന്നു രാവിലെ കർത്താവദാസൻ പറഞ്ഞതുപോലെ നമ്മുടെ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്, ഈ വസ്ത്രം തരുവാൻ.
ഈ വസ്ത്രം തരുവാൻ, അധികാരത്തിന്റെ വസ്ത്രം തരുവാൻ, ഫേവറിന്റെ വസ്ത്രം തരുവാൻ, ഹാലിലെ സ്നേഹത്തിന്റെ വസ്ത്രം തരുവാൻ. ഇതില്ലാതെ നമുക്ക് പന്തിഭോജനത്തിന് ഇരിക്കുവാൻ സാധ്യമാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹാലിലെ ഈ പന്തിഭോജനത്തിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ വസ്ത്രം വേണം. ഏതാണെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ ഈ വസ്ത്രം നമ്മുടെ മേൽ വരുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് കണ്ടുപിടിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാത്രി പകൽക്കാലം കർത്താവേ നിന്റെ സന്നിധി ഞങ്ങളായിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി കർത്താവെ ഞങ്ങളുടെ മേൽ വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ അധികാരത്തിന്റെ ഈ വസ്ത്രം, കർത്താവെ ഈ സ്നേഹത്തിന്റെ ഈ വസ്ത്രം, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ വെറുതെ വിടുകയില്ല. ഹല്ലേലൂയ, അനാഥരായി വിടുകയില്ല. ഓ ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ എന്ന ദാനം തരും. കർത്താവേ, ഈ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി ഇന്ന് പകൽക്കാലം കർത്താവേ ഞങ്ങളുടെ ഇടയിൽ വരുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുകൊണ്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.